ബംഗ്ലാദേശിൽ അവിടുത്തെ അധികാരികൾ പിടിച്ചുകൊണ്ട് പോയ ചിന്മയ് കൃഷ്ണദാസ് എന്ന സന്യാസി എവിടെയാണ് ഇപ്പോൾ? ഈ പ്രിയൻ ചോദിച്ച ഈ ചോദ്യം എനിക്ക് മെസ്സേജായിട്ടും നമ്മുടെ പല വീഡിയോകളുടെ കമൻ്റായിട്ടും ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന് ശേഷം ഇസ്കോണിൻ്റെ മുൻ സന്യാസിയായിരുന്ന ബംഗ്ലാദേശിലെ സമ്മലിത ജാഗ്രൻ ജോട്ട് എന്ന് പറയുന്ന ഹിന്ദു സംഘടനയുടെ നേതാവായിരുന്നു ചിന്മയ് കൃഷ്ണദാസ്. അദ്ദേഹത്തിന് എന്തു പറ്റി എന്നാണ് ചോദ്യം. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല എന്ന് പൊതുവിൽ എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ഹിന്ദു സന്യാസിയെ പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്നാലും ഒന്നും പറയത്തില്ല. ബംഗ്ലാദേശിലെ ഹിന്ദു കുട്ടക്കൊലയെക്കുറിച്ച് മിണ്ടാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. അങ്ങനെയുള്ള നമ്മുടെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരില്ല. പക്ഷേ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന കൊടിയ യാതനകൾ, പീഡനങ്ങൾ ഒക്കെ മറ്റു മാർഗങ്ങളിലൂടെ അറിയുന്ന നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി പ്രിയ ഞാനൊന്ന് സഞ്ചരിച്ചു. അപ്പോൾ ചിന്മയ് കൃഷ്ണദാസ് നെ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഹസ്രത്ത് ഷാജലാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു വിമാനത്തിൻ്റെ പേര്. അവിടെ ആ വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതായത് അദ്ദേഹം ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു പീഡനങ്ങൾക്കെതിരെ ഒരു വലിയൊരു റാലി നടത്തിയപ്പോൾ അദ്ദേഹം കാവിക്കൊടിയാണ് ഉയർത്തിയത്. അപ്പോൾ ബംഗ്ലാദേശിനൊരു ദേശീയ പതാക, പച്ചയിൽ ഒരു ചുവന്ന സൂര്യനെ മറ്റോ ഉള്ളൊരു ദേശീയ പതാക ഉള്ളപ്പോൾ കാവിക്കൊടി ഉയർത്തിയത് ദേശീയ പതാകയോടുള്ള അവഹേളനം. എങ്ങനെയുണ്ട്? നമ്മളൊരു ജാഥ നടത്തുന്നു, അപ്പോൾ നമുക്ക് വേണം മുസ്ലിം ലീഗുകാരോട് പറയാം ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക ഉള്ളപ്പോൾ നിങ്ങൾ പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ല യുക്തിയുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കിരാത സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, നിങ്ങൾ പാകിസ്ഥാൻ്റെ കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ലീഗുകാരൊക്കെ പിടിച്ച് ജയിലിടാം. പക്ഷെ അങ്ങനത്തെ ഒരു ഭരണകൂട്ടമല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസിസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ലീഗിൻ്റെ ചന്ദ്രക്കലയും നക്ഷത്രവുമുള്ള ഈ പച്ചക്കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് ഒറ്റ ലീഗുകാരനെയും പിടിച്ചകത്തിടാൻ മോദി തയ്യാറാവുന്നില്ല. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പക്ഷേ പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ഒരു കാവിക്കൊടി, ഹിന്ദുക്കളുടെ പരമ്പരാഗതമായ സംസ്കൃതിയുടെ ഭാഗമായ കാവിക്കൊടി ഹിന്ദുക്കളുടെ ഒരു സമ്മേളനത്തിൽ ഉയർത്തി എന്നതിൻ്റെ പേരിലാണ് ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഈ സന്യാസി വര്യനെ അറസ്റ്റ് ചെയ്തത്. ഈ സന്യാസി വര്യൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടണമെന്ന് ഞാൻ പറയും. കാരണം ബംഗ്ലാദേശിൽ വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഈ ചിന്മയ് കൃഷ്ണദാസ് വലിയ തോതിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു, സഹായ പ്രവർത്തനങ്ങൾ. ആ ക്യാമ്പുകളിൽ വന്നത് ഏതാണ്ട് 90% ആളുകളും മുസ്ലിമുകളായിരുന്നു. കാരണം ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണല്ലോ. അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം, വൈദ്യസഹായം, വസ്ത്രം ഇതൊക്കെ സംഘടിപ്പിച്ച് ഇവർക്കെല്ലാം കൊടുത്തത് ചിന്മയ് കൃഷ്ണദാസായിരുന്നു, പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ. അങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യാന്തര ബന്ധങ്ങൾ, ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ ഭാഗമായി കമ്പിളിപ്പുതപ്പും വസ്ത്രവും മരുന്നും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത, അത് വാങ്ങി അനുഭവിച്ച നന്ദികെട്ട മനുഷ്യരൂപമുള്ള ഈ രാക്ഷസന്മാർ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, അദ്ദേഹത്തെ പിറ്റേ ദിവസം നവംബർ 25 അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം 26 കോടതിയിൽ ഹാജരാക്കി. കോടതിക്ക് മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, ഇയാളെ കൊല്ലണം, ഇവനെ വിചാരണ ഒന്നും ചെയ്യരുത്, ഇവൻ ഹിന്ദു ഭീകരനാണ്, ഇവനെ തട്ടിക്കളയണം, വിചാരണ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആർത്തലച്ചുകൊണ്ട് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കേരളത്തിലെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന UDFൻ്റെ ഘടകകക്ഷിയായ ജമായത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ ഘടകം, അവരാണല്ലോ ഷെയ്ഖ് ഹസീനയെ 1000 ചെറുപ്പക്കാർ ഗുണ്ടകളെ പറഞ്ഞു വിട്ട് ഒരു സർക്കാരിനെ അട്ടിമറിച്ചത്. അവർ ഒത്തുകൂടി കലാപമുണ്ടാക്കി. അങ്ങനെ കലാപത്തിനിടയ്ക്ക് കുത്തുകൊണ്ട് സൈഫുൽ ഇസ്ലാം ആലിഫ് എന്ന് പറയുന്ന ഒരു വക്കീൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ നമ്മുടെ ചിന്മയ് കൃഷ്ണദാസ് എവിടെയാണ്? ജയിലിലാണ്. ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം. അപ്പോഴാണ് കോടതിക്ക് പുറത്ത് ഇങ്ങനെ ഒരു വലിയ അക്രമം ഉണ്ടായിട്ട് ഒരു വക്കീൽ ഈ കലാപകാരികൾ തന്നെ കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. സ്വന്തം ആളുകൾ തന്നെ കുത്തിക്കൊന്നതാണ്. ഉടനെ അതിൻ്റെ പേരിൽ ചാർജ് ചെയ്തു. ഇയാളാണ്, സന്യാസിയാണ് ഈ കൊലപാതകത്തിന് കാരണം. അങ്ങനെ കേസ്, രണ്ടാമത്തെ കേസ് ചാർജ്. ആദ്യത്തെ രാജ്യദ്രോഹത്തിന് 10 വർഷം. രണ്ടാമത്തെ കേസ് കൊലപാതകം. ജയിലിൽ കിടക്കുന്ന ആൾ പുറത്ത് പെട്ടെന്ന് തടിച്ചുകൂടിയ അക്രമകാരികൾ നടത്തിയ അക്രമത്തിൽ ഒരു മുസ്ലിം അഭിഭാഷകൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ പ്രതി ചിന്മയ് കൃഷ്ണദാസ്. അപ്പോൾ ബംഗ്ലാദേശ് നിയമപ്രകാരം എന്താ ശിക്ഷ എന്നറിയോ?
കൊലപാതകത്തിന് വധശിക്ഷയാണ്. ചിന്മയ് കൃഷ്ണദാസിൻ്റെ വിധി ഉറപ്പാണ്. ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിൻ്റെ സർക്കാർ തൂക്കിക്കൊല്ലും. ഉറപ്പാണ്, എഴുതി വെച്ചോളൂ, തൂക്കിക്കൊല്ലും. വധശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ 19-ാം തീയതി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് അഭിഭാഷകൻ വന്നില്ല. അദ്ദേഹം കോടതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജയിലിലായിരിക്കുമ്പോൾ എനിക്കങ്ങനെയാണ് കൊലപാതക ആസൂത്രണം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവിടുത്തെ ചിറ്റഗോങ്ങിലെ കോടതിയുണ്ടല്ലോ, ചിറ്റഗോങ്ങിലെ മെട്രോപൊളിറ്റൻ കോടതി ആ കുറ്റപത്രം അംഗീകരിച്ചു. അല്ലല്ല, ഇയാൾ തന്നെയാണ് ഇതിൻ്റെ ആസൂത്രണം, തനിക്കെതിരെ കൊലപാതകം ചാർജ് ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശ് നിയമപ്രകാരം 302, ഇന്ത്യയിലെ പഴയ IPC 302 പോലെയുള്ള തന്നെ 302 ചാർജ് ചെയ്ത് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിന് വക്കീൽ വന്നില്ല. വക്കീൽ എന്താ വരാത്തത്? അത് വലിയ ചോദ്യമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആദ്യം വന്ന വക്കീലിൻ്റെ പേര് അപൂർവ കുമാർ ഭട്ടാചാര്യയായിരുന്നു. ആ വക്കീലിൻ്റെ ഓഫീസ് കത്തിച്ചു കളഞ്ഞു. രണ്ടാമതൊരു വക്കീൽ വന്നു, രവീന്ദ്ര ഘോഷ്, അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചു. മൂന്നാമതൊരു വക്കീൽ വന്നു, രമൺ ഘോയ്, ആ അഭിഭാഷകൻ്റെ വീട് തീ വെച്ചു, അദ്ദേഹത്തിന് ആക്രമിച്ചു, അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോഴും കിടക്കയിലാണ്. വക്കീലിന് പിന്നെ എണീറ്റടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സുഭാഷിഷ് ശർമ്മ എന്ന് പറയുന്ന ഒരാൾ വക്കാലത്തെടുത്തത്. പക്ഷേ വക്കാലത്തെടുത്താൽ നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വക്കാലത്ത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അദ്ദേഹത്തിന് കോടതി വരാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, കോടതിയിൽ ചിന്മയെ ഹാജരാക്കിയപ്പോൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പിണിയാടുകളായ വക്കീലന്മാർ അദ്ദേഹത്തെ കൊലയാളി എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇതാണ് ബംഗ്ലാദേശിലെ ഒരു സന്യാസിക്ക് നേരിടുന്ന അവസ്ഥ. അപ്പോൾ നമ്മളിത് കൃത്യമായി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നീതിപൂർവമായ വിചാരണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. UN ഇടപെട്ടിട്ടുണ്ട്, അമേരിക്ക പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അവർ വെറുതെ വിടില്ല. കാരണം ഇസ്ലാമിക ജിഹാദികളുടെ തിട്ടൂരത്തിൽ നിന്ന് വ്യതിചലിച്ച് വഴിമാറി നടക്കാൻ യൂനിസിന് കഴിയില്ല. അയാളുടെ പാവയാണല്ലോ. പക്ഷേ ഇപ്പോൾ വലിയ ചില മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരിക്കുന്ന കാര്യം, നമ്മൾ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളെയെല്ലാം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഹൈക്കമ്മീഷനിലുള്ള ആളുകൾക്ക് ഫാമിലിയായിട്ട് പോകാൻ വിലക്കുള്ളത്. ഫാമിലിയായിട്ട് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇപ്പോൾ ബംഗ്ലാദേശും അതിന് തുല്യമായി കണക്കാക്കിയിരിക്കുന്നത്. എല്ലാ ബന്ധുക്കളും തിരിച്ചു വരണമെന്ന് ഇന്ത്യ അറിയിപ്പ് കൊടുത്തു. പാകിസ്ഥാനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് പക്ഷേ നമ്മുടെ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ സകുടുംബം അവിടെ താമസിക്കാം. കുട്ടികൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവിടെ പെഷവാർ സ്കൂളിലൊരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം കുട്ടികളെ പാകിസ്ഥാനിലെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ ഹൈക്കമ്മീഷന് സ്കൂളിൽ വെടിവെയ്പ്പാണ് ഉണ്ടായത്. ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ പിൻവലിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വേറെ നമ്മുടെ ഈ വേൾഡ് കപ്പ് ഇടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോയി കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ കളിക്കേണ്ട എന്ന് പറഞ്ഞാൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ കളി നടക്കും. ഇന്ത്യയിൽ കളി നടത്താൻ പാടില്ല എന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മിക്കവാറും ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് പകരം വരുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് ബംഗ്ലാദേശിനോട് കടുത്ത നിരസമുണ്ട്. ടീസ്ത നദീ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിർത്തി പ്രദേശത്തിൽ ചൈനീസ് അംബാസഡർ യോ വന്നെ സന്ദർശിക്കാൻ അനുമതി കൊടുത്തു. നമ്മുടെ ചിക്കൻ നെക്കുമായി ചേർന്നുള്ള ഭാഗമാണ്. അങ്ങനെ ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഓരോ നിമിഷവും വല്ലാതെ വഷളായി വരികയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ എംബസിയിലെ ഹൈക്കമ്മീഷനിലെ നമ്മുടെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളൊക്കെ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതി വല്ലാതെ മോശമാവുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ബംഗ്ലാദേശിനോടുള്ള നമ്മുടെ അതൃപ്തി കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു. ഏതായാലും ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം വല്ലാതെ വഷളാവുകയാണ്. ഒരുപക്ഷെ ചിന്മയ് കൃഷ്ണദാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് ഒരു മറുപടി അതിന് കൊടുക്കേണ്ടി വന്നിരിക്കാം. ഒരു കാര്യം ഉറപ്പായി, ബംഗ്ലാദേശികളെ, മുസ്ലിമുകളെ അവർക്ക് ആപത്ത് വന്നപ്പോൾ അവർക്ക് മരുന്ന് കൊടുത്ത, വസ്ത്രം കൊടുത്ത, ഭക്ഷണം കൊടുത്ത ഒരു മനുഷ്യനെ അവർ നിർദ്ദയം തൂക്കിക്കൊല്ലും. അതുറപ്പാണ്. അതിൻ്റെ തീയതി മാത്രം കുറിച്ചാൽ മതി. ഹസീനയുടെ കാര്യത്തിൽ കണ്ടില്ലേ, പ്രധാനമന്ത്രിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന രാജ്യമാണ്. അപ്പോഴാണ് ഒരു ഹിന്ദു സന്യാസിയുടെ ജീവിതം. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആരും അറിയുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എത്ര നല്ല തേൻകുടങ്ങളാണ്, തങ്കക്കുടങ്ങളാണ്. ലോകത്തെല്ലാവരും അവരുടെ ഐഡിയോളജി ഒന്നാണ്. അവർ ഭൂരിപക്ഷമാവുന്നത് വരെ ബംഗ്ലാദേശിൽ അവരാണ് ഭൂരിപക്ഷം, അവരാണ് അധികാരത്തിൽ. അതുവരെ ഇവിടെ മാധ്യമം വരികയും മാധ്യമം ദിനപത്രവും മീഡിയ വണ്ണും തേനും പാലും ഒഴുക്കിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അറിയാം തനി നിറം.
ഇത്തരം കാര്യങ്ങളും നമ്മൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഏതായാലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയും. അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിനെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ IND എന്നുള്ള ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ബാറിൽ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ എത്ര പേർ കാണുന്നു എന്ന് നോക്കാതെ ഇത്തരം നന്മ നിറഞ്ഞ വാർത്തകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാം.